നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്റർ സ്ഥാപകനും ഒമാൻ ആൻഡ് റോയൽ ഒമാൻ പോലീസ് മുൻ ചീഫ് മെഡിക്കൽ ഓഫീസറും സിനിമാ നിർമ്മാതാവുമായ ഡോക്ടർ ബാബു ചാക്കോ അന്തരിച്ചു. ബാബു ചാക്കോ ഒമാൻ ഭരണാധികാരികൾക്ക് വെറുമൊരു ഡോക്ടർ മാത്രമായിരുന്നില്ല. ചരിത്രങ്ങൾ പറയുന്നു ബാബു ചാക്കോയെ കുറിച്ച്. മന്ത്രിക്ക് നേരെ നിറയൊഴിച്ചപ്പോൾ സ്വന്തം കാലിന് പരിക്കേറ്റ ഒമാൻ സുൽത്താനെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കുകയായിരുന്നു ഡോക്ടർ ബാബു ചാക്കോ ഏറ്റെടുത്ത രാജകീയ ദൗത്യങ്ങളിലൊന്ന്. അത് വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഡോക്ടർ ബാബു ഒമാന്റെ പ്രിയ ഡോക്ടറായി മാറി. തിങ്കളാഴ്ച അന്തരിച്ച ഡോക്ടർ ബാബു ചാക്കോയും ഒമാൻ ഭരണകൂടവും തമ്മിൽ സുദൃഢമായ ബന്ധത്തിന് തുടക്കമിട്ട സംഭവം ചരിത്രത്തിലെ താളുകളിൽ കുറിച്ചിരിക്കുകയാണ്. അടുത്തിടെ അന്തരിച്ച ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദിന്റെ പിതാവ് സെയ്ദ് ബിൻ തൈമൂർ അൽ സെയ്ദിനെയാണ് വിദേശത്ത് ചികിത്സയ്ക്കായി ഡോക്ടർ ബാബു കൊണ്ടുപോയത്. അക്കാലത്ത് ഒമാനിലെ ഏക മിലിറ്ററി ഡോക്ടറായിരുന്നു ബാബു ചാക്കോ. 1971 ആയിരുന്നു സംഭവം. പിതാവ് സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂർ അൽ സെയ്ദിനെ വീട്ടുതടങ്കലിൽ ആക്കിയത് മകനായ ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദ് ആയിരുന്നു. ഒരു ദിവസം ഒമാനിലെ ഒരു മന്ത്രിയും മകനും കൂടി വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്ന തൈമൂർ അൽ സെയ്ദിനെ കാണാനെത്തി. കയ്യിൽ കരുതിയിരുന്ന നിറത്തോക്ക് ഉപയോഗിച്ച് തൈമൂർ അൽ സെയ്ദ് മന്ത്രിയുടെ മകനെ വെടിവെച്ചു. മന്ത്രിയെ വെടിവെക്കാൻ വേണ്ടി തോക്ക് വീണ്ടും നിറച്ചപ്പോൾ സുൽത്താന്റെ കാലിന്റെ വിരലിൽ വെടിയേറ്റു. പിതാവിനെ ബ്രിട്ടനിൽ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ ബാബു ചാക്കോയോട് ഖാബൂസ് ബിൻ സെയ്ദ് ആവശ്യപ്പെടുകയും ചെയ്തു. വീട്ടുതടങ്കലിലുള്ള പിതാവിനെ ചികിത്സിക്കുക, കൊലപാതക കുറ്റത്തിന്റെ വിചാരണയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു സുൽത്താന്റെ ലക്ഷ്യം. ചികിത്സ കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ തന്നെ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി സുൽത്താനെ അവിടെ തടങ്കലിൽ പാർപ്പിക്കാനും ഡോക്ടർ ബാബു ചാക്കോയെ ചുമതലപ്പെടുത്തി. തന്റെ ജോലികൾ കൃത്യമായി നിർവഹിച്ചതോടെ ഡോക്ടർ ബാബു ചാക്കോ ഒമാനിലെ വികസന നായകൻ ഖാബൂസ് ബിൻ സെയ്ദിന്റെ പ്രിയപ്പെട്ട ആളായി മാറിയിരുന്നു. ഏറെക്കാലം ഈ സൗഹൃദം നിലനിന്നു. താനും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി ഏറെ വർഷക്കാലം ഒമാൻ കൊട്ടാരവുമായുള്ള ബന്ധവും നിലനിർത്തി. വിദഗ്ധ ഡോക്ടർ, ലബോറട്ടറി, സ്കാനിംഗ് കേന്ദ്ര ശൃംഖലയുടെ ഉടമ, സന്നദ്ധ സംഘടനയായ റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ, സിനിമാ നിർമ്മാതാവ് തുടങ്ങിയ നാട്ടിലും മറുനാട്ടിലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരേ ഒരു വ്യക്തി. നാട്ടിലെത്തിയ ശേഷം രോഗികളിൽ നിന്ന് കൺസൾട്ടിംഗ് ഫീസ് വാങ്ങാതെയാണ് ഡോക്ടർ ബാബു ചികിത്സ നടത്തിയിരുന്നത് തന്നെ. റോട്ടറി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായത്തോടെ മോഡേണിൽ രക്തബാങ്കും തുടങ്ങിയത് അപൂർവ ഗ്രൂപ്പ് രക്തം തേടിയെത്തുന്ന ഒട്ടേറെ രോഗികൾക്ക് അനുഗ്രഹമായി. 2011-12 വർഷത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന റോട്ടറി 2311 ഡിസ്ട്രിക്ട് ഗവർണറായി പ്രവർത്തിച്ചു. രാമവർമ്മ യൂണിയൻ ക്ലബ് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. കാണാമറയത്ത്, രംഗം എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം. സൈന്യത്തിൽ ഡോക്ടറായിരുന്ന ഡോക്ടർ ബാബു 1974 മുതൽ ഒമാൻ റോയൽ പോലീസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. പിന്നീട് UK നിന്ന് MRCP ട്രാപ്പിക്കൽ മെഡിസിനിൽ PhD ബിരുദങ്ങൾ നേടി. 1982 കോട്ടയം നഗരത്തിൽ മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന ലബോറട്ടറിയും സ്കാനിംഗ് സെന്ററും സ്ഥാപിച്ചു. അത്തരത്തിൽ അനവധി കാര്യങ്ങളാണ് ഡോക്ടർ ബാബു ചാക്കോ നിർവഹിച്ചത് തന്നെ. ഇത് പ്രവാസികൾക്ക് തീരാ ദുഃഖമാണ് ഏർപ്പെടുത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.